ദില്ലിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നു ചേർന്നേക്കും. അരവിന്ദ് കെജ്രിവാളിനെ ന്യൂദില്ലിയിൽ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ്, മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര ഗുപ്ത, വനിതാ നേതാവ് ശിഖ റായ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. 27 വർഷത്തിനു ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയ ബി.ജെ.പി ദില്ലിയിലെ പുതിയ മന്ത്രിസഭാ രൂപീകരണം സജീവമാക്കുകയാണ്. ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം ഉടൻ പ്രഖ്യാപനം നടത്തും. ഇന്നലെ വൈകിട്ട് ബി.ജെ.പിയുടെ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. രാവിലെ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അമിത്ഷായുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് ബി.ജെ.പി എം.എൽ.എമാരുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ ന്യൂദില്ലിയിൽ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയുടെ പേരാണ് ആദ്യം ഉയർന്നു കേൾക്കുന്നത്. ദില്ലിയിലെ മുൻ മുഖ്യമന്ത്രിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ്. ദില്ലിയിലെ മുൻ പ്രതിപക്ഷ നേതാവും രോഹിണി സീറ്റിൽ തുടർച്ചയായി 3ാം തവണയും വിജയിച്ച വിജേന്ദർ ഗുപ്തയുടെ പേരും പരിഗണനയിലുണ്ട്. ജാതി സമവാക്യത്തിന് പ്രാധാന്യം നൽകിയാൽ ബ്രാഹ്മണ മുഖമായ സതീഷ് ഉപാധ്യായ, പഞ്ചാബി മുഖമായ ആശിഷ് സൂദ്, RSS നേതാവ് ജിതേന്ദ്ര മഹാജൻ എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. ഒരു വനിതാ മുഖത്തെയാണ് ദില്ലിയുടെ അമരത്തേക്ക് പ്രഖ്യാപിക്കുന്നെങ്കിൽ ശിഖ റായ്, രേഖ ഗുപ്ത എന്നിവരും പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ ജാതി സമുദായം പരിഗണിച്ച് ഒരു സർപ്രൈസ് മുഖ്യമന്ത്രിയെയും ദില്ലിയിൽ പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, US സന്ദർശനങ്ങൾക്ക് ശേഷമാകും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. കാൽ നൂറ്റാണ്ടിന് ശേഷമുള്ള തലസ്ഥാന നഗരിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലാണ് ബി.ജെ.പി. അതിനിടെ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം അതിഷി മർലന രാജിവെച്ചു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി. കാവൽ മുഖ്യമന്ത്രിയായി അതിഷി തുടരും. കൈരളി ന്യൂസ്, ദില്ലി.